നെറ്റ്ഫ്ലിക്സിൽ പുതുതായിട്ട് റിലീസ് ആയിട്ടുള്ള ഒരു ഹിന്ദി മെഡിക്കൽ ത്രില്ലർ സിനിമയാണ് അക്യൂസ്ഡ്. അനുഭൂതി കശ്യപാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. കൊങ്കണ സെൻ ശർമ്മ, പ്രതിഭ റാണ്ട എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ ഹിന്ദി സൈക്കോളജിക്കൽ മെഡിക്കൽ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഒരു പ്രശസ്തയായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റിന്റെ പേരിൽ വലിയൊരു ആരോപണം ഉണ്ടാകുന്നു. അതിന്റെ പിന്നിലെ സത്യം എന്തെന്നുള്ള അന്വേഷണമാണ് അക്യൂസ്ഡ് എന്ന സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ആവറേജിന് താഴെ നിൽക്കുന്ന അനുഭവമായിരുന്നു ഈ സിനിമ. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രമേയമൊക്കെ ആയിരുന്നു. ഇപ്പൊ മീ ടു ക്യാമ്പയിൻ, അധികാര ദുർവിനിയോഗം, സെയിം സെക്സ് കപ്പിൾ ഉൾപ്പെടെ വളരെ ബോൾഡ് ആയിട്ടുള്ള വിഷയങ്ങൾ പടത്തിലുണ്ടെങ്കിലും സ്ക്രിപ്റ്റിന് അത്രയ്ക്ക് പവർ ഇല്ല, അല്ലെങ്കിൽ എഴുതി വന്നപ്പോൾ ഡെവലപ്പ് ചെയ്തപ്പോൾ അത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. പടത്തിന് മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട്, ടെക്നിക്കലി മികച്ചതാണ്, ഒപ്പം നല്ല പെർഫോമൻസുകളും പടത്തിന്റെ പോസിറ്റീവാണ്. ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രത്തെയാണ് ഈ പടത്തിൽ കൊങ്കണ സെൻ ശർമ്മ അവതരിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടർ ഗീതിക എന്നുള്ള ക്യാരക്ടർ. ഒരു മെയിൻ ലീഡ്, അവർ ഒരു സെക്ഷൽ പ്രിഡക്ടർ ആണ്, വഞ്ചകിയാണ്, നുണച്ചിയാണെന്നൊക്കെയുള്ള രീതിയിലുള്ള അവതരണം തന്നെ കുറച്ച് അസാധാരണവും ഡിഫറന്റുമായിരുന്നു. കൊങ്കണ അത് നൈസായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു വെറൈറ്റി ഉള്ളതുകൊണ്ടാവാം കൊങ്കണ ഇത് സെലക്ട് ചെയ്തത്. പക്ഷെ നമുക്ക് ആ ക്യാരക്ടറിനോട് ഒരു താല്പര്യം തോന്നണ്ടേ. ലാപ്പത്താ ലേഡീസ് എന്ന സിനിമയിലെ ജയ എന്ന ഒരു കിടിലൻ കഥാപാത്രം ചെയ്തതിന് ശേഷം പ്രതിഭ റാണ്ട ചെയ്യുന്ന പടമാണിത്. എനിക്ക് ഈ സിനിമയിൽ ആകെ ഇഷ്ടം തോന്നിയ ഒരു കഥാപാത്രവും പ്രതിഭയുടെ ഈ റോളായിരുന്നു. അവർ നൈസായിട്ട് തന്നെ ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അങ്കദായിട്ട് വന്ന ആദിത്യ നന്ദ, സിമ്രനായിട്ട് വന്ന മോണിക്ക മഹേന്ദ്രു എന്നിവരും കൊള്ളാം. കുറച്ച് ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സുകാന്ത് ഗോയൽ അവതരിപ്പിച്ച ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഒക്കെ കൊണ്ടുവന്നിട്ട് മൊത്തത്തിൽ കോമഡി ആയിട്ട് മാറുകയാണ് ചെയ്തത്. പടത്തിന്റെ ക്യാമറ ലിനേഷ് ദേശായി ആണ്, പ്രേരണ സൈഗാളാണ് ഇതിന്റെ എഡിറ്റിംഗ്, നീൽ അധികാരിയാണ് മ്യൂസിക്. ടെക്നിക്കലി പടം ഓക്കെ ആയിരുന്നു. ഇനി നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇതിലെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും കഥയാണെങ്കിലും ഒക്കെ ഒരു സർഫസ് ലെവലിലേ പറഞ്ഞു പോകുന്നുള്ളൂ. നമ്മൾ ഈ മെയിൻ കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങൾ, അവരുടെ ലോകത്തേക്ക് കൂടുതൽ ആഴത്തിൽ അറിയാൻ ആഗ്രഹിക്കുമ്പോൾ പടത്തിൽ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ മെയിൻ ക്യാരക്ടറായ കൊങ്കണ അവതരിപ്പിച്ച ഡോക്ടർ ഗീതികയോട് നമുക്ക് യാതൊരു ഇഷ്ടവും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടറിന് എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്കൊരു തേങ്ങയും ഇല്ല എന്നൊരു ഫീലാണ്. ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും നമുക്ക് തോന്നുന്നില്ല. ഈ കേന്ദ്ര കഥാപാത്രങ്ങൾ തമ്മിലും അതുപോലെ യാതൊരു കെമിസ്ട്രിയോ ബയോളജിയോ എനിക്ക് ഫീൽ ചെയ്തില്ല. ഇവർ കിസ് ചെയ്യുന്നതൊക്കെ കണ്ടാൽ തന്നെ ആരോ പിടിച്ച് നിർബന്ധിച്ചതുപോലെയാണ് തോന്നിയത്. സത്യത്തിൽ ഒരു ചേച്ചി അനിയത്തിയെ പോലെയാണ് തോന്നിയത്. കപ്പിൾ ആയിട്ട് നമുക്ക് തോന്നിയില്ല. ആ ഒരു റൊമാൻറ്റിക് കെമിസ്ട്രി മിസ്സിംഗ് ആയിരുന്നു. പിന്നെ ഇതിന്റെ സസ്പെൻസ് അല്ലെങ്കിൽ വില്ലൻ ആരാണെന്നുള്ളതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അവസാനത്തെ ഒരു പവർ പ്രസംഗവും പിന്നീടുള്ള തീരുമാനവും ഒന്നും ഒരു ഇമ്പാക്റ്റും നൽകിയതുമില്ല. സോ മൊത്തത്തിൽ കുറച്ച് പൊട്ടൻഷ്യൽ ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രമേയമായിരുന്നു. അത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഒരു തട്ടിക്കൂട്ട് ത്രില്ലറായി മാറിയതാണ് അക്യൂസ്ഡ്. അഭിനയിച്ചവരുടെ പെർഫോമൻസ് നല്ലതാണ്. വിദേശ രാജ്യ ലൊക്കേഷനുകളൊക്കെ കൊള്ളാം. ഇതൊക്കെ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് കണ്ടിരിക്കാം എന്ന് മാത്രം. ത്രില്ലില്ലാത്ത ഒരു ത്രില്ലർ എന്ന് ചുരുക്കത്തിൽ പറയാം. എനിക്ക് പേഴ്സണലി പടം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എന്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്ക്. പടം നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാം. 1 മണിക്കൂർ 46 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാവുന്നതാണ്. ഹിന്ദിയോടൊപ്പം തമിഴ് ഡബിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.